പടയപ്പയ്ക്ക് മദപ്പാട് സ്ഥിരീകരിച്ചു. നിരീക്ഷിക്കാൻ 5 അംഗ സംഘം. നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. മൂന്നാറിനെ കാട്ടുകൊമ്പൻ പടയപ്പയ്ക്ക് മദപ്പാട് സ്ഥിരീകരിച്ചു. ഇടത് ചെവിക്ക് സമീപത്ത് മദപ്പാട് കണ്ടെത്തി. വനം വകുപ്പ് അധികൃതർ ആനയുടെ ചിത്രങ്ങൾ പകർത്തി വെറ്റിനറി ഡോക്ടർക്ക് നൽകിയിരുന്നു. ഇതേ തുടർന്ന് ഡോക്ടറാണ് മദപ്പാട് സ്ഥിരീകരിച്ചത്. കഴിഞ്ഞ വർഷം ഫെബ്രുവരി പകുതിയോടെ പടയപ്പ മദപ്പാട് ലക്ഷണങ്ങൾ കാണിച്ചു തുടങ്ങിയിരുന്നു. ഇതേ തുടർന്ന് നിരവധി വീടുകളും വാഹനങ്ങളും തകർത്തിരുന്നു. ഏറെ നാളായി പടയപ്പ ഉൾക്കാട്ടിലേക്ക് പിൻവാങ്ങാതെ ജനവാസ മേഖലയിൽ തുടരുകയാണ്. വനംവകുപ്പിന്റെ RRT സംഘം ആനയെ നിരീക്ഷിക്കുന്നുണ്ട്. ഇതിനു പുറമെയാണ് ആനയെ നിരീക്ഷിക്കാൻ പ്രത്യേക വാച്ചർമാരെ ഏർപ്പെടുത്തിയതെന്ന് മൂന്നാർ റേഞ്ച് ഓഫീസർ S ബിജു അറിയിച്ചു. 5 പേരടങ്ങുന്ന സംഘം ഇനി മുതൽ പടയപ്പയെ നിരീക്ഷിക്കും. അതേസമയം ആന നിൽക്കുന്ന സ്ഥലങ്ങൾ ഉൾപ്പെടെ വനംവകുപ്പിന് ലഭിക്കുന്നുണ്ട്. ഇവ പ്രദേശവാസികൾക്കും മറ്റ് അലർട്ട് സന്ദേശങ്ങളായി എത്തുന്നുമുണ്ട്. എന്നാൽ മറയൂർ ഉദുമലപ്പേട്ട അന്തർ സംസ്ഥാന പാതയിലൂടെ വരുന്ന വാഹനങ്ങളിലെ യാത്രക്കാർക്ക് ഈ വിവരം ലഭ്യമാകുന്നില്ല. ഇത്തരത്തിൽ സഞ്ചാരികൾക്കും വിവരം ലഭ്യമായാൽ കഴിഞ്ഞ ദിവസം നടന്നതുപോലെയുള്ള അപകടങ്ങൾ ഉണ്ടാകാതിരിക്കാൻ കഴിയും എന്നും അതിനാൽ തന്നെ 2 ദിവസത്തിനുള്ളിൽ സഞ്ചാരികളുടെ ഫോണിലേക്ക് ഈ അലർട്ട് സന്ദേശങ്ങൾ എത്തുന്ന സംവിധാനം ഒരുക്കുമെന്നും റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ അറിയിച്ചു.